ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പെരുമാറ്റവും അവരുടെ സംസാരവും ഒക്കെ കേട്ട് കഴിയുമ്പം നമുക്ക് തന്നെ ഡൗട്ടാവും, ഇനി നമ്മളാണോ തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ അവരോട് ഇത്ര മോശമായിട്ട് പെരുമാറിയോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങ് കംപ്ലീറ്റ് ഇവർക്ക്, അല്ലാതെ ഇവരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ സമ്മതിച്ചു കൊടുക്കും അവസാനം. അതൊരു ട്രാപ്പാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, ഈവൻ ദോ നമ്മളാണ് ശരിയെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ സംഭവിച്ചു. അത് സംഭവിച്ച സമയത്ത് ഞാൻ ആ ട്രാപ്പിൽ പെട്ടൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ മാറി നിന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ ഈ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ ആ ഒരു ഒഴുക്കി പോകുമ്പോൾ നമ്മളെ ആരെങ്കിലും, നമ്മൾ ശരിയാണെ പോലും നമ്മളെ തിരിച്ച് ഇങ്ങനെ ഒന്ന് ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അയ്യോ അത് ശരിയല്ല, ഭയങ്കരമായ ഒരു മോറൽ വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ് അവരുടെ സംസാരവും കാര്യങ്ങളും. അപ്പൊ നമ്മൾ അങ്ങ് കംപ്ലീറ്റ്ലി ഞാനാണോ തെറ്റുകാരി എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. ഇത് നമ്മുടെ എല്ലാ റിലേഷനിലും ഉണ്ടാവാറുള്ള കാര്യമാണ്. അതിപ്പം അപ്പനമ്മയായിട്ട് ഉള്ളതാണെങ്കിലും, മക്കളുമായിട്ടുള്ളതാണെങ്കിലും, നമ്മുടെ പാർട്ട്ണറായിട്ടുള്ളതാണെങ്കിലും, സഹോദരങ്ങളായിട്ടാണെങ്കിൽ പോലും ഈ ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൽ കൂടുതൽ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബാക്കിയുള്ളവരുടെ അവരുടെ ചരടുവലിയിൽ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിൽ നിന്നൊന്നും നമ്മൾ മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഹായ്, ഞാൻ ദീപ. അപ്പൊ ഇന്ന് ഞാനൊരു കഥ പറഞ്ഞുതരാം. കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു കാര്യമാണ്. വലിയ സംഭവമൊന്നും അല്ല, വലിയ ആന കാര്യമൊന്നും അല്ല. പക്ഷെ ജസ്റ്റ് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇപ്പം ഫേസ്ബുക്കിൽ ഒത്തിരി അധികം ആൾക്കാർ പോസ്റ്റ് ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് ഫോട്ടോ സ്റ്റോറീസിനും റീൽസിനും ഒക്കെ നമുക്കിപ്പം ഡോളർ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്. പക്ഷെ എനിക്ക് ഡോളേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത് കിട്ടാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ പോലും അറൗണ്ട് $50 ആണ് ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നത്. അതിന് ചിലർ ഇപ്പോൾ പോസ്റ്റൊക്കെ ഇടാറുണ്ട്, എനിക്ക് $3000 കിട്ടി. അങ്ങനെയൊക്കെ ഡോളർ കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ദിവസവും നമ്മൾ പോസ്റ്റ് ഇടേണ്ടി വരും. കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള പോസ്റ്റ്, അതായത് എന്തെങ്കിലും തെറിവിളിയോ എന്തെങ്കിലുമൊക്കെ കമൻസും ഒക്കെ ഒത്തിരി വരുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ട് കാര്യമുള്ളൂ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടാനായിട്ട്. പിന്നെ അല്ലാതെ റീൽസ്, പിന്നെ വേറെ എന്തുണ്ടൊക്കെ സ്റ്റോറീസ്, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടും. അതെനിക്ക് തോന്നുന്നു എന്തൊരു ക്രൈറ്റീരിയ ഉണ്ട്, 5000 ഫോളോവേഴ്സ് അങ്ങാണ്ട് വേണം, പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റണം. അപ്പൊ ഇതൊക്കെ എനിക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് കുറെ നാളായിട്ട് കിടക്കുന്നതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒന്നും ചെയ്യുന്നില്ല. കിട്ടിയ സന്തോഷം അത്രേ ഉള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് എനിക്ക് എഫേർട്ട് ഇടാൻ പറ്റത്തില്ല. കാരണം നമുക്ക് $100 എങ്ങാണ്ട് ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ആ വരുമാനം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരത്തുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ ആസ് ഓഫ് നൗ എനിക്ക് ഒരു $50 ആണ് കാണിക്കുന്നത്. എല്ലാ മാസവും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു $10 വെച്ചൊക്കെയാണ് ഇത് കയറുന്നത് എനിക്ക്. കാരണം ഞാൻ അത്ര എഫേർട്ട് ഇട്ടല്ല ഈ ഫേസ്ബുക്കിൽ പോസ്റ്റും കാര്യങ്ങളും ഇടുന്നത്. എനിക്ക് നല്ലോണം മനസ്സിൽ തട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഒരു റൈറ്റപ്പ് എഴുതുന്നത്. അപ്പൊ ഞാൻ ഏതാണ്ട് ഒരു 10-15 വർഷമായി എഴുതാൻ തുടങ്ങിയിട്ട്. എനിക്ക് എഴുത്താണി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗ് പോസ്റ്റ് ഉണ്ട്, അതിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അതിൽ വലിയ റീച്ച് ഇല്ല എന്ന് കണ്ട്, അതായത് എഴുതുമ്പോൾ വലിയൊക്കെ കാണണമല്ലോ, അത് കാണുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മാത്രമേ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ യൂട്യൂബിൽ മാത്രം പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാതായി. പിന്നെ ഈ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി, വൈ നോട്ട്, എനിക്ക് റീച്ച് കിട്ടുന്ന സംഭവമാണ്. ആൾക്കാർ ഫോളോവേഴ്സ് എനിക്ക് തോന്നുന്നു അപ്പം ഒരു 7000 ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇടുന്ന പോസ്റ്റിന് അത്യാവശ്യം കമന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ സന്തോഷം കിട്ടാതിരിക്കാൻ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലല്ലോ. ഞാൻ എഴുതുന്ന പോസ്റ്റിന് എനിക്ക് ക്രെഡിറ്റ് വേണം, എനിക്ക് അതിന്റെ സന്തോഷം വേണം. സോ അങ്ങനെ ഞാൻ പഴയ പോസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയം, നമ്മുടെ വെക്കേഷൻ ടൈമാണ്, തൊട്ട് മുന്നത്തെ വെക്കേഷൻ ടൈമിലാണ് സംഭവം. അന്നേരം എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് ഞാനൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഭദ്രകാളികളെ എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിലെ ഭദ്രകാളികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു പോസ്റ്റാണ്.
അത് ഭയങ്കര റീച്ചായി. ആദ്യം ഞാനത് റീലായിട്ടാണ് ഇട്ടത്. പിന്നെ അതിന്റെ റീച്ചൊക്കെ കണ്ടപ്പം റീലിന്റെ താഴെ ഉള്ളത് വായിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. സോ അത് ഞാൻ പോസ്റ്റ് ആയിട്ട് തന്നെ ഫേസ്ബുക്കിൽ ഇട്ടു. അത്യാവശ്യം നല്ല റീച്ച് വന്നു, കുറെ കമന്റ്സ് വന്നു, കുറെ ആൾക്കാർ ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര സംഭവം കൊള്ളാം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് തൊട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പലരും എനിക്ക് ഓരോന്നും അടുത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ദീപയുടെ പോസ്റ്റ് അല്ല, അവിടെ ഈ പേജിൽ കിടക്കുന്നു, ആ പേജിൽ കിടക്കുന്നു, ഇന്നയാള് പോസ്റ്റ് ചെയ്തേക്കുന്നു, ഇത് കംപ്ലീറ്റ് മാറ്റിയിട്ട് അവരുടെ പേരിൽ. പിന്നെ ചിലർ എനിക്ക് കടപ്പാട് വെച്ചിട്ട്, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് ഒത്തിരി വൈറലായി എന്നുള്ളതൊരു സന്തോഷം ഉണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ പേജിൽ പോയി നോക്കുമ്പോൾ അവർക്കൊക്കെ എനിക്ക് തോന്നും 3 ലക്ഷം 7 ലക്ഷം അല്ലെങ്കിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ് ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന കമന്റ്സ് ഇവരെ അപ്രീഷിയേറ്റ് ചെയ്ത്, നീ ഇങ്ങനെ എഴുതിയല്ലോ, ഇപ്പോഴെങ്കിലും ആൾക്കാർ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കാണ് അതിന്റെ ക്രെഡിറ്റ് കിട്ടുന്നത്. അതുപോലെ അതിന്റെ ഷെയർസ് ആൻഡ് കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങ് സങ്കടം വരുവാണ്. കാരണം ഈ അപ്രിസിയേഷൻ എനിക്ക് കിട്ടേണ്ടതാണല്ലോ, ഞാൻ എഴുതിയതാണല്ലോ. അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എഴുതിയ കണ്ടന്റിന്റെ ക്രെഡിറ്റ് എനിക്കാണല്ലോ കിട്ടേണ്ടത്. പക്ഷെ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ആലോചിച്ചു എന്തോ ചെയ്യാനാ, ഇവരെല്ലാം ഇങ്ങനെ എടുത്തോണ്ട് പോയാൽ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? അങ്ങനെ സങ്കടപ്പെട്ട് നമ്മള് സത്യം പറഞ്ഞ ഒരാഴ്ചത്തോളം ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഇത്രയും നന്നായിട്ട് എഴുതിയിട്ട് എൻ്റെ ക്രെഡിറ്റ് വല്ലവർക്കാണല്ലോ പോകുന്നുള്ള ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുന്നേയും ഈ ഫേസ്ബുക്കിൽ ഇതുപോലെ എൻ്റെ കണ്ടന്റ് കോപ്പി ചെയ്തിട്ട ആൾക്കാർക്കെതിരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ബൊട്ടിക്ക് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇടുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, ആ ഫോട്ടോസ് എടുത്ത് വെച്ച് ബിസിനസ് പിടിക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. സെയിം വേ എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് ചുരിദാർ മെറ്റീരിയൽ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടത് അതുപോലെ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അതിന് മില്യൺസ് ഓഫ് വ്യൂ വന്നിട്ടുള്ള ഒരാളുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്, എൻ്റെ ഇതല്ലേ, നിങ്ങൾക്ക് വേണേൽ ഞാൻ കുറച്ച് പൈസ തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ ആക്ഷേപിച്ച് വിട്ടിട്ടുണ്ട്. അതൊക്കെ കുറെ നാൾ മുന്നെയാ. അപ്പൊ അതോടെ എനിക്ക് ഈ ഫേസ്ബുക്കിലുള്ള വിശ്വാസം അങ്ങ് പോയി കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും വേറെ 1-2 കമന്റ്സ് എൻ്റെ യൂട്യൂബ് പോസ്റ്റിന്റെ താഴെയായിട്ടും അല്ലാണ്ട് വേറെ 1-2 പേരുടെ പേജിൽ ഇങ്ങനെ ഇവരുടെ കണ്ടന്റ് എടുത്തതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ടു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഒരു ശനിയാഴ്ച കൂത്തിയിരുന്ന് ഞാൻ എല്ലാവരുടെയും, അതായത് എൻ്റെ കണ്ടന്റ് കോപ്പി അടിച്ച എല്ലാ പേജിനും ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഏതാണ്ട് 10-30ഓളം പേരുണ്ടായിരുന്നു എൻ്റെ ഇത് കോപ്പി ചെയ്തിട്ട് ഉള്ളത്. അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ എണീറ്റപ്പോൾ പടപടപടപടാ മെയിൽ വരാൻ തുടങ്ങി. ഓക്കെ, നിങ്ങളുടെ കണ്ടന്റ് കോപ്പി ചെയ്ത് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ തന്നെ എനിക്ക് DMസും മെസ്സേജസും ഒക്കെ വരാൻ തുടങ്ങി, ഇമെയിൽസ് വരാൻ തുടങ്ങി. ഇമെയിൽ ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇത് ഞാൻ അറിയാണ്ടേ കോപ്പി ചെയ്തു, ഇതിലെനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് റിമൂവ് ചെയ്യുമോ? ഏതാണ്ട് അധികാര ഭാവത്തോടെയാണ് ചിലര് കരഞ്ഞ് കാല് പിടിക്കുകയാണ്, ഞങ്ങൾ തുടക്കക്കാരാണ്, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു, ഞങ്ങളുടെ വരുമാനമേ ഇതിലാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങളുടെ വരുമാനം നിന്ന് പോകും, അങ്ങനെ പറഞ്ഞിട്ട് കുറെ പേര്. അപ്പൊ ഇതിനൊന്നും മറുപടി ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്തിന്റെ ആവശ്യത്തിനാ? ഞാനൊരു സംഭവം, എൻ്റെ ഒരാള് സെയിം നമ്മളിപ്പം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ഒരു സാധനം ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. മോഷ്ടിച്ച ആളെ പോലീസ് പിടിച്ചു. സാധനം എനിക്ക് തിരിച്ചു കിട്ടി. ഉടനെ ആൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആ കംപ്ലൈന്റ് പിൻവലിക്കണം, ഞാൻ സാധനം അങ്ങ് തിരിച്ചു തന്നേക്കാന്ന്. എന്തിന്? ആ പോലീസ് പിടിച്ചപ്പോഴല്ലേ അയാൾ സാധനം തിരിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. അതിന് മുന്നേ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അയാൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ പറയുന്ന ആൾക്കാര്, അതായത് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് കോപ്പിറൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അതിനെപ്പറ്റിയൊന്നും നമുക്ക് യാതൊരു വിവരവും ഇല്ല, നമ്മൾ സാധാരണക്കാരാണ്. അപ്പൊ ഞാൻ അവരുടെ പോസ്റ്റിലൊക്കെ പോയി നോക്കി. സെയിം സ്ഥിരം പരിപാടി എല്ലാവരുടെ അടുത്തുനിന്നും ഇതുപോലുള്ള, അതായത് ഞാൻ സ്ഥിരമായിട്ട് വായിക്കുന്ന കുറെ ആൾക്കാരുടെ ഒക്കെ സാധനങ്ങൾ പേര് മാറ്റിയിട്ടും പടം മാറ്റിയിട്ടും ഒക്കെ ആ റൈറ്റപ്പ് അതുപോലെ അവരുടെ പേജിൽ കിടപ്പുണ്ട്, അവരുടെ സാധനം കണക്ക്. മനസ്സിലായില്ലേ? എന്തിനാ ഇത് ചെയ്യുന്നത്? ഈ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് വരുമാനം കിട്ടുന്നതോ കിട്ടാതിരിക്കുന്നതോ എൻ്റെ വിഷയമല്ല. എൻ്റെ സാധനം എടുത്ത് അവരുടെ ക്രെഡിറ്റ്, അല്ലെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് വെച്ചാൽ പോലും എനിക്ക് പ്രയോജനമില്ല. കാരണം ഇത് ഞാനാണ് എഴുതിയെന്ന് ആരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്കിത് അവരുടെ പേജിൽ നിന്ന് റിമൂവ് ആയി കിട്ടണം. അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. അത് ഞാൻ ഫേസ്ബുക്കിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വഴിയായിട്ട് കൊടുത്തപ്പോൾ സംഭവം എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് സഹിക്കാൻ വയ്യാതായത് ഇവരുടെ ഈ
എന്താണ് ഗിൽ ട്രിപ്പിംഗ് ആണ്. അതായത് ഒരാൾ പറയുന്നത് അയാൾക്ക് വരുമാനമേ ഇല്ല, അയാൾ സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്, അപ്പൊ നിങ്ങൾ എൻ്റെ വരുമാനം നിർത്തിക്കളഞ്ഞു, എനിക്ക് മുമ്പെങ്ങാണ്ടി ഒരു കോപ്പിറൈറ്റ് വന്നതാണ്, ഇപ്പൊ നിങ്ങളുടെയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കംപ്ലീറ്റ് പേജ് പോയി. അയാളൊരു വീഡിയോ വരെ ചെയ്തു. അയാൾക്ക് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ഒരു ചാനലൊക്കെ ഉണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും നല്ല ഒരു വലിയ പേജായിരുന്നു. അപ്പൊ ആ പേജ് പോയി എന്നാണ് അയാൾ പറയുന്നത്. എനിക്കറിയത്തില്ല, മേ ബി പോയി കാണുമായിരിക്കും. കാരണം അയാളുടെ പേജിൽ കംപ്ലീറ്റ് കിടക്കുന്നത് അയാളുടെ കുറെ വീഡിയോസ് കിടപ്പുണ്ട്, അല്ലാണ്ട് ഈ എഴുത്ത് മൊത്തം ഇയാൾ ആരെ കൊണ്ടോ എഴുതിപ്പിച്ചെന്നാണ് അയാളുടെ വീഡിയോയിൽ പറഞ്ഞതേക്കുന്നത്. വേറെ ആരോ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. അപ്പൊ അയാള് എന്റെ പോസ്റ്റ് എടുത്ത് മാറ്റി എഴുതി തന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അയാൾ എന്നോട് ചോദിക്കുന്നത്. അപ്പം ശരിക്കും നമുക്ക് തോന്നും, ഓ അയ്യോ ശരിയാണ്, അയാൾക്ക് അറിഞ്ഞിട്ടില്ല, അയാൾക്ക് വേറെ ആരോ എഴുതി കൊടുത്തത്. പക്ഷെ അയാളുടെ ഒരു പേജ് ആകുമ്പോൾ ജെന്യുവിൻ കണ്ടന്റ് അല്ലേ ഇടേണ്ടത്, എന്തിനാണ് ബാക്കിയുള്ളവരുടെ കോപ്പി അടിച്ചിടുന്നത്, അല്ലെ വേറൊരാളെ കൂലിക്ക് എഴുതി ഇടുന്ന, അതൊക്കെ അയാളുടെ ഇഷ്ടം. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. ഇപ്പം അത് കംപ്ലീറ്റ്ലി ഒരു മണി മൈൻഡഡ് ആയിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പം പക്ഷെ പറയുന്ന കേട്ടാ തോന്നും, അതായത് പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റും പലരും എടുത്തോണ്ട് പോകാറുണ്ട്, ഞാനൊന്നും കോപ്പിറൈറ്റ് ഒന്നും കൊടുക്കാറില്ല, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതമാർഗമാണ് നിങ്ങൾ കളഞ്ഞതെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സെൻഡി. പിന്നെ അയാളെ ഒരു വീഡിയോ ഒക്കെ ചെയ്തു, നമ്മൾ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അമ്മയ്ക്ക് തളർവാദമാണ്, അയാൾക്ക് 2 പെൺമക്കളാണ്, ചേച്ചിയുടെ പോലെ തന്നെ 2 പെൺമക്കളാണ്, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു, നിങ്ങൾ ഇതൊന്ന് മാറ്റി തരുമോ, നിങ്ങൾ ഒന്ന് കമന്റ് നോക്കുവോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇൻബോക്സ് നോക്കുവോ എന്ന് പറഞ്ഞു ഒരു രക്ഷയില്ലാത്ത എനിക്ക് വീഡിയോ അയക്കുന്നു, ഇമെയിൽ അയക്കുന്നു, ഒരു രക്ഷയില്ല. അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. വേറെ ഒരാളാണെങ്കിൽ അവരും ഒരു യൂട്യൂബേഴ്സ് തന്നെയാണ്. അപ്പൊ അവർക്ക് കോപ്പിറൈറ്റിനെ പറ്റി അറിയത്തേ ഇല്ലെന്നാ പറയുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. യൂട്യൂബിൽ അത്യാവശ്യം വീഡിയോ ചെയ്ത് ഏതാണ്ട് 2 ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾക്ക് കോപ്പിറൈറ്റിനെ പറ്റി അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഇവരെല്ലാം പറഞ്ഞു വരുമ്പം ഏതാണ്ട് ഞാൻ അവരുടെ ജീവിതമാർഗം കളഞ്ഞു, അവർ വളരെ സാധാരണക്കാരാണ്, അവരുടെ പൈസ ഞാൻ ഇല്ലാണ്ടാക്കി, ചേച്ചിക്ക് ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെ കോടികൾ വരുമാനം കിട്ടുന്നതല്ലേ, അപ്പൊ മനസ്സിലാക്കാമല്ലോ ഞങ്ങൾ ഇതുകൊണ്ടൊന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന്. എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിൽ തട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന കുറെ വീഡിയോസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റുകളാണ്. ഈ എഴുത്തെന്നൊക്കെ പറയുന്നത് എനിക്ക് നല്ലോണം, എനിക്കൊന്ന് കഴിഞ്ഞ ദിവസവും ഞാനൊരു പോസ്റ്റ് ഇട്ടു. അത്ര നമുക്ക് മനസ്സിന് വിഷമം തട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി കേൾക്കുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ഇരുന്ന് എഴുതുന്നത്. അത് ചുമ്മാ ഒന്നും അല്ല ഇരുന്ന് എഴുതുന്നത്, രാവിലെ തൊട്ട് ചിലപ്പം ഒരു 4 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു ഇത് എഴുതി തീർക്കുന്നത്. അപ്പൊ അത് ഈ വല്ലവരും കൊണ്ടുപോയിട്ട് ക്രെഡിറ്റ് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ പൈസയോ ഒന്നും അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എൻ്റെ ബ്ലോഗിന്റെ അല്ലെങ്കിൽ ഞാൻ എഴുതിയതിന്റെ, ഞാൻ ഇടുന്ന വീഡിയോന്റെ ക്രെഡിറ്റ് എനിക്ക് വേണം, അത്രേ ഉള്ളൂ. അതിനകത്തുനിന്ന് ക്യാഷ് മോഹിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. കാരണം അത്രയ്ക്ക് നക്കാപ്പിച്ചയാണ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത്. കിട്ടിയാൽ എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരാളുടെ കോപ്പി അടിച്ച് ഇടുന്നൊന്നുമില്ല. അതുപോലെ വേറൊരു ആള് വന്നത്, അവര് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു ഇതാണ്, അവരുടെ കൊച്ചിന് വയ്യ. യെസ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊറാലിറ്റീനെ പിടിച്ചുലയ്ക്കുന്ന പോലെയാണ്. അതായത് അവരുടെ കൊച്ചിന് വയ്യ, അതിനു വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പേജാണ്, നിങ്ങളായിട്ട് അത് കളഞ്ഞു എന്ന്. അപ്പൊ നമുക്കിങ്ങനെ മനസ്സിലൊരു കുത്ത് വരും, അയ്യോ ശരിയാണല്ലോ, കുഞ്ഞിന്റെ കാര്യമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ അവിടെ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബാക്കിയുള്ള പറയുന്ന ആൾക്കാരുടെ ഇതും ഞാൻ ഓക്കെ പറയേണ്ടി വരും. സോ ഇവർക്ക് ആർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, ഒരാൾക്ക് പോലും കമന്റ്സിലോ ഒന്നിനും റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇവരിപ്പോഴും കമന്റ് ചെയ്യുന്നുണ്ട് കുറെ പേര് അത് വിട്ട് മതിയാക്കി പോയി. അപ്പം ഇത്രയും അവർ കമന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ ചാനലിന് അതെന്തോ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പൈസ ഉണ്ടാക്കിക്കുക, ഐ ഡോണ്ട് കെയർ. പക്ഷെ എൻ്റെ സാധനം കോപ്പി അടിച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കണ്ട. കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്കങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. അല്ലാതെ നിങ്ങളുടെ ജീവിതമാർഗം ഇല്ലാണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ സംഭവത്തിന് ക്രെഡിറ്റ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഗിൽ ട്രിപ്പിംഗ് സത്യം പറഞ്ഞ എനിക്ക് അത്രയും ഒരു 2-3 ആഴ്ചത്തേക്ക് എനിക്ക് ഈ ചെവിതല കേൾപ്പിക്കാതെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തന്നെ ആലോചിക്കും, എന്നാ പിന്നെ
ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യും, ശരിക്കും ഇവർക്ക് ഞാനിത് കോപ്പിറൈറ്റ് റിട്രാക്ട് ചെയ്ത് കൊടുക്കണോ. പക്ഷെ അവസാനം ഒരാൾ പറഞ്ഞു അയാളുടെ പോസ്റ്റിൽ ഇതിനു മുന്നേയും കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവർ പറഞ്ഞ് സമ്മതിപ്പിച്ച് അത് എടുത്ത് മാറ്റിയായിരുന്നു എന്ന്. അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെ എടുത്തു മാറ്റണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അങ്ങ് വല്ലാണ്ട മീൻ ഇതിനിപ്പോ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ അവരിപ്പോ പിന്നെയും നമ്മുടെ ഇത് ചാറ്റ് ചെയ്തോണ്ടിരുന്നാനെ. ഞാൻ അവർ പല കമന്റ് ഇട്ടിട്ടും ഒരെണ്ണത്തിന് പോലും ഒരു ഹാർട്ടോ അല്ലെങ്കിൽ ഒരു തംസപ്പോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇത് കണ്ടോണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ, ഒരു റിപ്ലൈയേ ഇല്ല. പക്ഷെ റിപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവർ സംസാരിച്ച് നമ്മളെ അങ്ങ് വല്ലാണ്ടായി കളയും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അയ്യോ, അയാളുടെ വീട്ടിലെ സകല കാര്യങ്ങളും പറഞ്ഞു. അയാളുടെ ചേച്ചിയുടെ കാര്യം, അയാളുടെ അമ്മയുടെ കാര്യം, അയാളുടെ അച്ഛന്റെ കാര്യം, അയാളുടെ മക്കളുടെ കാര്യം, അയാൾക്ക് എവിടെ ജോലി, അങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും സത്യമൊക്കെ ആണെന്ന് പോലും അറിയത്തില്ല കേട്ടോ. പക്ഷെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അയ്യോ ഇത്ര കഷ്ടപ്പാടുള്ള മനുഷ്യനാണോ. പക്ഷെ അവരുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിന്റെ ഇത് നോക്കിക്കോണം. പിന്നെ ഒരാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ അയാള് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഇൻബോക്സിൽ വന്ന് പറയുന്ന ആ ഒരു കുനയ അവസ്ഥയല്ല അയാളുടെ ഫേസ്ബുക്ക് പേജിൽ. ഇത്രയും വൃത്തികെട്ട പോസ്റ്റുകൾ വേറെ കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള ആളെ ഞാൻ ഓക്കെ ശരി നിങ്ങളെന്നാ കോപ്പിറൈറ്റ് ഞാൻ മാറ്റിയേക്കാം എന്ന് പറയണോ? ഇതാണ് പല തരത്തിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്തു. അതിനകത്ത് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വയ്യായികയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാർഗം കളഞ്ഞു എന്ന് പറയുന്നതും, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു മൊറാലിറ്റീനെയും കൂടെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ഒരു തോന്നലിലേക്ക് വന്നിട്ട് നമ്മൾ ആകപ്പാടെ ഇനിയിപ്പോ എന്നാ ചെയ്യും എന്നുള്ളൊരു രീതിയിലെത്തും. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ ഇതിനൊന്നും ഞാൻ മറുപടി കൊടുക്കാനും പോകുന്നില്ല, ഇവരുടെ ആരുടെയും കോപ്പിറൈറ്റ് ഞാൻ എടുത്ത് കളയാനും പോകുന്നില്ല. ഇനി ആരെങ്കിലും കോപ്പിറൈറ്റ് അല്ലെങ്കിൽ എൻ്റെ സാധനം കോപ്പി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കോപ്പിറൈറ്റ് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഒന്നും കൂടെ പറഞ്ഞു വയ്ക്കാനുള്ളത്, ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതും ഞാൻ ഈ വീഡിയോ ഇടുന്നതും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് സന്തോഷം, അത് എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഞാനൊരു 2 മാസം അടുപ്പിച്ച് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടുക്കും, ഞാൻ നിർത്തിയിട്ട് പോകും. പിന്നെ ചിലപ്പോൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം ചിലപ്പോൾ 6 മാസത്തോളമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു പോസ്റ്റ് ആയിട്ട് ഞാൻ വരുന്നത്. എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഞാനിങ്ങനെ ദിവസം ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ ഒരു സന്തോഷം കയറി നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്കെല്ലാം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു മൊമെന്റിലാണ് ഇതെല്ലാം നല്ല പക്കായിട്ട്. ഇപ്പം 2-3 മാസങ്ങളായിട്ട് അടുപ്പിച്ച് നമ്മൾ എല്ലാ ആഴ്ചയും വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ഇത് ഉടനെ തന്നെ നിൽക്കും, കാരണം പെട്ടെന്നൊരു ഇത് തോന്നിക്കഴിഞ്ഞാൽ നിർത്തിയിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനിത് ചെയ്യുന്നത് ക്യാഷിന് വേണ്ടിയിട്ടല്ല. പക്ഷെ ക്യാഷ് കിട്ടിയാൽ എനിക്ക് പുളിക്കത്തൊന്നുമില്ല. അപ്പോൾ ഇതിനൊന്നും വലിയ വരുമാനമൊന്നും എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഈ മുടക്കുന്ന സമയം, എഫേർട്ട്, ഇതിനെയൊന്നും ബേസ് ചെയ്തിട്ട് എനിക്കൊരു വരുമാനമൊന്നും യൂട്യൂബിൽ നിന്നായാലും ഫേസ്ബുക്കിൽ നിന്നായാലും കിട്ടുന്നില്ല. പക്ഷെ ഞാനിത് ചെയ്യുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പൈസ തന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മാറ്റൂ എന്ന് പറഞ്ഞു വരുന്നവരെ ഞാൻ അവിടെ പറഞ്ഞു നിർത്തുവാണ്, നടക്കൂല. ഓക്കെ, പിന്നെ ബാക്ക് ടു ദ പോയിന്റ്, ഞാൻ ആദ്യം പറഞ്ഞ ഗിൽറ്റ് ട്രിപ്പിംഗ്, ഈ സംഭവം നമ്മുടെ നോർമൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ സൂക്ഷിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് പല കാര്യങ്ങളും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് വാദിക്കാൻ പോയി നോക്കിക്കോ, നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആ മൊറാലിറ്റി സൈഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആംഗിളിൽ നമ്മളെ അങ്ങോട്ട് തറ പറ്റിക്കുന്ന രീതിയിൽ ഒരു സംസാരം അങ്ങോട്ട് സംസാരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദയനീയ ഭാവം അങ്ങോട്ട് കാണിക്കും, നമ്മൾ ഡൗൺ ആവും. അപ്പൊ ഇങ്ങനെ തന്നെ കുറെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും, ശരിക്കും ഞാനാണോ പ്രശ്നക്കാരി? അപ്പോൾ ഇത്രയൊക്കെ അപ്പൊ ഇതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ നമ്മുടെ സൗണ്ട് റേസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെടും. അതും കൂടെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പ്ലേറ്റ് തിരിഞ്ഞിട്ട് നമ്മൾ തന്നെ ഒരു ഭയങ്കര ഒരു ഭീകരത്തിയാണെന്നുള്ളൊരവസ്ഥ നമുക്ക് തന്നെ തോന്നും. നിങ്ങൾക്ക് ഇത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമന്റ്സിൽ പറയുക. ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ, എൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ അതൊന്ന് പുറത്ത് കൊണ്ടുവരത്തക്ക രീതിയിൽ ഒരു ഇൻസിഡന്റ് നടന്നതും നമുക്കൊന്ന് മാറി ചിന്തിക്കാൻ പറ്റിയത്, കാരണം ഇത് അത്ര ഭയങ്കര അടുത്ത ആൾക്കാരല്ല ഇവരൊന്നും.
അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത കയറിയത്. ശരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഡിയർ ആൻഡ് നിയർ വൺസ് നമ്മളെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മൾ വേറെ ആൾക്കാരെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ അറിഞ്ഞോണ്ടല്ല, പക്ഷെ ഇത് അറിഞ്ഞു വെച്ചിരിക്കണം. കാരണം മുന്നോട്ട് പോകും തോറും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിങ്ങനെ കുറെ ആയി കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി അങ്ങ് മാറും. നമ്മൾ ഭയങ്കര ഒരു ഭീകര സാധനമാണെന്ന് നമുക്ക് തന്നെ അങ്ങ് തോന്നും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒന്നും ശരിയല്ല. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെ ഒരു കെയറോ അല്ലെങ്കിൽ ഒരു എംപതിയോ ഒന്നും തോന്നാണ്ട് നമ്മളോട് തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നി തുടങ്ങും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാ ഈ ഒരു ഇൻസിഡന്റും കൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ആയി എന്നുള്ളത് താഴെ കമന്റിൽ പറയുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം.